ഓക്കെ, അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. ഇവരെല്ലാം എന്താ പറയുക, യൂസ്ലെസ് രാഷ്ട്രീയമാണ്. ഇതാണിപ്പോൾ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ജനങ്ങൾ കണ്ടതാണ്, മനസ്സിലാക്കിയതാണ്. പാലക്കാട് ജനങ്ങൾ ഏറ്റവും വിഷമത്തിലാണ്. കാരണം ഒരു മെട്രോ ശ്രീധരൻ എന്ന കാൻഡിഡേറ്റ് മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഇവരെ തോൽപ്പിച്ച് ഇങ്ങനത്തെ പോലെ MLA-മാരാണ് തല കയറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഏറ്റവും റിഗ്രറ്റ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പാലക്കാടത്തെ ജനങ്ങളാണ്. കാരണം അവരുടെ MLA ഇങ്ങനത്തെ ഒരു MLA ആയിരുന്നു തല വെച്ച് കെട്ടിയിരിക്കുന്നത് കോൺഗ്രസ്. അതിപ്പോൾ ഇതാണ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം. ഞങ്ങൾ വികസനം എന്ന് പറയുമ്പോൾ ഇതാണ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം. പിന്നെ മറ്റു വശത്ത് LDF-ൻ്റെ രാഷ്ട്രീയം നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, അവരുടെ അഴിമതിയും ശബരിമലേൻ്റെ കൊള്ളയും. അപ്പോൾ ഇതാണ് 3 ചോയ്സ്. ഈ ഇലക്ഷനിൽ 3 ഓപ്ഷൻസ് ജനങ്ങളുടെ മുമ്പിൽ ഉള്ളതാണ്. BJP NDA വികസനത്തിനെ കുറിച്ച് പറയുന്നു. ഈ മറ്റ് 2 പാർട്ടി വിവാദങ്ങളും സ്ത്രീ പീഡനമുള്ള MLA-മാരും ശബരിമല കൊള്ള ചെയ്യുന്നതും കിഫ്ബിയിൽ കൊള്ള ചെയ്യുന്ന പാർട്ടികളാണ്. ഇതാണ് 3 ഓപ്ഷൻസ് ജനങ്ങളുടെ മുമ്പിൽ. അത് കണ്ട്